ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പുഡിംഗ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ ചിലവിലും ഉണ്ടാക്കാൻ പറ്റുന്ന കോക്കനട്ട് പുഡിംഗ് ആണ്. എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലോട്ട് ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയുടെ പാലും ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് തിളപ്പിക്കുക. തേങ്ങാപ്പാൽ തിളച്ചു വരുന്ന സമയത്ത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്ത് നന്നായി കലക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിവിടെ ആയി കിട്ടിയിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിമിൽ നിന്ന് താഴെ വെച്ച് തണുക്കാൻ വെക്കാം. ഇത് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്, ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മൾക്ക് നല്ലതുപോലെ സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പീനട്ട്സ് ആണ്. നമ്മൾക്ക് കാഷ്യൂനട്ട് ആയാലും ബദാം ആയാലും ഏത് വേണമെങ്കിലും ഓരോരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 4 hours ഫ്രീസറിൽ വെച്ച് തണുക്കാൻ വെക്കാം. ഇവിടെ പുഡിംഗ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.